നല്ലൊരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചാട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാളനെ കട്ട് ചെയ്താണ് ഞാനിത്. അത്ര നൈസായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാണ്ടാട്ടോ മിക്സിയിൽ. അതാണ് ഞാൻ പറഞ്ഞത് നൈസായി കട്ട് ചെയ്യണമെന്നില്ല എന്ന്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകിനെ നടുവിൽ കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം വാടി വരണം. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവേണ്ട പൊടിയാട്ടോ ഇത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇതിലേക്ക് മീറ്റ് മസാല ചേർക്കണം കേട്ടോ, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതേപോലെ വലിയ ജീരകത്തിന് പകരം ജീരകം പൊടിച്ചതാണെങ്കിൽ അത് ചേർത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ജീരകം പൊടിച്ചതില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ ജീരകം ചേർത്തത്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിനി ബീഫ് വേവിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെക്കാം. കുക്കർ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ നേരത്തെ വഴറ്റിയ ഉള്ളിയെല്ലാം കൂടെ അതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് ബീഫ് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 250 ഗ്രാം ബീഫാണത്. ഇത് ബോൺലെസ് പീസാണ്. എല്ലുള്ള പീസാണെങ്കിൽ അതാണ് നല്ലത്, ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിലിപ്പോൾ ബോൺലെസ് ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അതെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലിൻ്റെ പീസാണെങ്കിലും കുഴപ്പമില്ല, അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത്. പിന്നെ ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ച് എത്ര വിസിൽ വേണം തീരുമാനിക്കാം. എൻ്റെ ഇതിനിപ്പോൾ ഒരു ഏകദേശം 7-8 വിസിൽ വേണ്ടി വന്നു. നല്ല വേവുള്ള ബീഫായിരുന്നു. അപ്പോൾ ഇനി ഇത് വിസിലടിച്ചതിന് ശേഷം വെന്തതിന് ശേഷം നമുക്കിത് നോക്കാം. 7 വിസിലിന് ശേഷം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് വറ്റിച്ചെടുത്താണ്. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ, കുക്കർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി അതേ പാനിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ സവാളയാണ് കേട്ടോ, അതിനെ ഞാൻ കട്ട് ചെയ്താണ്. അതിട്ട് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും ഉപയോഗിക്കാം. ചെറിയുള്ളി യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ ഒരു സ്റ്റേജ് അങ്ങ് എത്തിയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബീഫിൻ്റെ ആ ഒരു കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ അരച്ച് ചേർത്ത ആ പേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഇത് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് സംഭവങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മെയിനായിട്ടുള്ള സാധനം ഇതുവരെ ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി അല്ലേ. അപ്പോൾ നമുക്കിനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ടീസ്പൂണിൽ ചേർക്കുന്നുള്ളൂ, കാരണം ഇവിടെ അത്രക്കങ്ങ് എരിവ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുണ്ട് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് തന്നെ ഒന്നുകൂടെ ഇങ്ങനെ വെള്ളം വറ്റിച്ച് എടുത്താൽ മതി. ക്രിസ്പി ആവും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, ചപ്പാത്തിക്ക് കഴിക്കാനാണ്, അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മൾ ബീഫ് റോസ്റ്റ്. എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണം കേട്ടോ.